ഇന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നത് പെട്ടിപ്പത്തിരിയാണ്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കിയാലോ. അതിനായിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് 2 കപ്പ് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും 1 ടേബിൾ സ്പൂൺ എണ്ണയും ഒഴിച്ച് ഇതുപോലെ നമുക്ക് കുഴച്ചെടുക്കാം. ചെറു ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾക്ക് കുഴച്ചെടുക്കാം. ചെറിയ ചൂടുവെള്ളം നമ്മൾ കുഴയ്ക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മളുടെ ചപ്പാത്തി വളരെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. അതിനായിട്ട് തന്നെ ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനത് കുഴച്ചെടുത്തിട്ടുണ്ട്. നമ്മൾക്കൊരു 10 മിനിറ്റ് ഒന്ന് മൂടി വയ്ക്കാം. ഇനി നമ്മൾക്കൊരു ഇതിനായിട്ടൊരു ഫില്ലിങ് നമ്മൾക്ക് തയ്യാറാക്കേണ്ടതായിട്ടുണ്ട്. അതിനായിട്ടൊരു പാൻ ഞാൻ ചൂടാകാനായിട്ട് വെച്ചിട്ടുണ്ട്. പാനൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് ചെറിയ ജീരകമില്ലേ, ചെറിയ ജീരകം, അത് ഒരു 1/4 ടീസ്പൂണോളം ഇട്ട് കൊടുക്കാം. നമ്മളുടെ മസാലയ്ക്ക് ഒരു ടേസ്റ്റ് ഉണ്ടാകാൻ വേണ്ടിയിട്ട് നമുക്ക് ജീരകം ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് എടുക്കാം. വീണ്ടും അതിലേക്ക് ഒരു സവോള ചെറുതായിട്ട് അരിഞ്ഞ്, അത് ഒരു മീഡിയം ടൈപ്പിലുള്ള സവോള ചെറുതായിട്ട് അരിഞ്ഞ് അതിലേക്ക് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഞാൻ ഒരു പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ 2 തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മളുടെ സവോള ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു സമയം നമുക്കതിലേക്ക് മസാലകൾ ചേർക്കാം. അതിനായിട്ട് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു 1/4 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു. അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണോളം മല്ലിപ്പൊടി ഇട്ട് കൊടുത്തു. വീണ്ടും ഒരു 1/4 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഒരു 1/4 ടീസ്പൂണോളം മസാലപ്പൊടിയും കൂടി ഇട്ട് കൊടുത്തു. ഇത്രയും മതി നമുക്ക് മസാല. ഇനി അത് നന്നായിട്ട് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ആ മസാലയുടെ ആ പച്ചമണമൊക്കെ മാറുന്നത് വരെ നമ്മൾക്കൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. മീഡിയം ഫ്ലെയിമിലായിരിക്കണം വെച്ചിരിക്കുന്നത്. അപ്പം മസാലകളുടെയൊക്കെ പച്ചമണമൊക്കെ മാറിയ സമയത്ത് നമ്മൾക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞ് ഒന്നിട്ട് കൊടുത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഒരു 4 മിനിറ്റ് നമ്മൾ ഒന്ന് ഇളക്കി കൊടുത്ത് കഴിയുമ്പോൾ നമ്മളുടെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റായിട്ട് വരും. സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു സമയം ആ മസാല നമ്മളുടെ പാനിൻ്റെ ഒരു വശത്തേക്ക് ഒന്ന് ഇതുപോലെ ഒന്ന് തട്ടി മാറ്റിയതിന് ശേഷം നമ്മൾക്കതിലേക്ക് 2 മുട്ട ഒഴിച്ചു കൊടുക്കാം. മുട്ട മസാലയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. ചൂടുള്ള പാനിലേക്ക് മുട്ട ഒഴിച്ചു കൊടുക്കുമ്പോൾ അത് പെട്ടെന്ന് തന്നെ നമ്മൾക്ക് അത് വെന്ത് കിട്ടിക്കോളും. ഇനി അതിൻ്റെ മുകളിലേക്ക് ഒരു നുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. അതോടൊപ്പം തന്നെ ഒരു നുള്ള കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഒന്ന് പതുക്കെ ആ ഉണ്ണിയൊക്കെ ഒന്ന് പൊട്ടിച്ചു കൊടുക്കാം. ആ ഉണ്ണിയൊക്കെ ഒന്ന് വെന്ത് കിട്ടാനായിട്ട് അതൊക്കെ ഒന്ന് പൊട്ടിച്ച് പതുക്കെ ഒന്ന് ഇളക്കി ഒന്ന് വേവിച്ചെടുക്കണം. മുട്ട ഇതുപോലെ ഒന്ന് പതുക്കെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മുട്ട വെന്ത് വരുന്നുണ്ട്. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് വേണം നമുക്ക് മുറിച്ചിട്ട് അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ ഒന്ന് പതുക്കെ ആ സ്റ്റിക്ക് കൊണ്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. നമ്മളുടെ മുട്ട ചെറുതായിട്ട് നുറുങ്ങി ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് നമുക്ക് കിട്ടും. മീഡിയം ഫ്ലെയിമിൽ വെച്ചോണ്ട് തീ കൂടിപ്പോയാൽ അത് കരിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇനി ആ മസാലയുടെ കൂട്ടത്തിൽ ആ മുട്ടയൊന്ന് ഇളക്കി യോജിപ്പിക്കണം. അതിൽ ആ മുട്ടയിലൊക്കെ ആ മസാലയൊക്കെ ഒന്ന് പിടിക്കണം. അപ്പോൾ നമ്മളുടെ
മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് ഒന്ന് തണുക്കാനായിട്ട് വയ്ക്കാം. നമ്മളുടെ ചപ്പാത്തി മാവ് നമ്മൾ കുഴച്ച് വെച്ചത് നമ്മൾക്കൊന്ന് പരത്തിയെടുക്കണം. മാവ് ഒന്നും കൂടി നമ്മൾക്ക് ഇതുപോലെ ഒന്ന് കുഴച്ച് എത്രയോ നന്നായിട്ട് കുഴയ്ക്കാവോ അത്രയും സോഫ്റ്റായിട്ട് കിട്ടും നമ്മളുടെ ചപ്പാത്തി അല്ലേ. നിങ്ങൾക്കൊക്കെ അറിയാം ചപ്പാത്തി ഉണ്ടാക്കാനായിട്ട്, എന്നാലും ഞാൻ ഉണ്ടാക്കിയപ്പോഴും നിങ്ങളെ കൂടി ഒന്ന് കാണിച്ചു തരികയാണ്. നമുക്ക് ചെറിയ 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 ഉരുളകളാക്കി മാവ് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഇത് വളരെ ടേസ്റ്റായിട്ടുള്ളൊരു വിഭവമാണ് കേട്ടോ ഇത് പെട്ടിപ്പത്തിരി. അത് നമ്മൾക്ക് ഇതുണ്ടാക്കി എണ്ണയിൽ ഫ്രൈ ചെയ്ത് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നല്ല ഒരു പലഹാരമാണ്. ഇത് എണ്ണ കഴിക്കാനായിട്ട് ബുദ്ധിമുട്ടുള്ളവരത് പ്രായമുള്ളവർക്കൊക്കെ നമ്മൾക്ക് ആവിയിൽ വേവിച്ചും കഴിക്കാവുന്നതാണ്. എണ്ണയിൽ പൊരിച്ചെടുക്കുകയാണ് ഇതിൻ്റെ മെയിൻ ഏറ്റവും നല്ല ടേസ്റ്റ് വരുന്നത്. ഇത് എണ്ണയിലൊന്ന് വറുത്ത് കോരുമ്പോഴാണ്. നല്ല ആവിയിൽ വേവിച്ച് കഴിച്ചാലും ടേസ്റ്റിന് കുറവൊന്നുമില്ല. ഇപ്പം ഞാനതെല്ലാം ഓരോ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്കൊന്ന് പരത്തിയെടുക്കാം. ഓരോ ഉരുളയും ഇതുപോലെ ഒന്ന് എടുത്ത് കുറച്ച് പൊടി ഇങ്ങനെ വെതറി കൊടുത്ത് നമ്മൾക്കൊന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നായിട്ട് തന്നെ പരത്തിയെടുക്കുന്നതാണ് നല്ലത്. ചപ്പാത്തി നമ്മൾക്ക് എപ്പോഴും ചപ്പാത്തി കഴിക്കുമ്പോൾ കുട്ടികൾക്കൊക്കെ മടുപ്പാകില്ലേ. അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിതുപോലെ വെറൈറ്റി ആയിട്ടൊക്കെ പല തരത്തിൽ ചപ്പാത്തി കൊണ്ട് പല രീതിയിൽ പല വിഭവങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം. എണ്ണയിൽ പൊരിച്ച് കൊടുക്കുമ്പോൾ കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടപ്പെടും കേട്ടോ. ആവിയിൽ വേവിച്ച് കൊടുത്താൽ അവർക്ക് അത്ര ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് നമ്മൾക്ക് മുതിർന്നവർക്ക് ഇഷ്ടപ്പെടും. എണ്ണ കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ആവിയിൽ വേവിക്കുമ്പോൾ എന്നിട്ട് ചെറുതായിട്ടൊന്ന് തവയിൽ ചെറുതായിട്ടൊന്ന് എണ്ണ ഒന്ന് തൂത്ത് കൊടുത്ത് ഒന്ന് മുരിച്ചെടുത്താൽ മതി. ഇപ്പം എണ്ണയിൽ ഞാൻ പൊരിക്കുന്നില്ല, കാരണം ഞങ്ങൾക്ക് എണ്ണയിൽ വറുത്ത പലഹാരങ്ങളൊന്നും വലിയ ഇഷ്ടമില്ല. അതുകൊണ്ട് തന്നെ ഞാനിത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. ഇതുപോലെ പരത്തിയെടുക്കാം. ഞാനങ്ങനെ ആ ഉരുളകളെല്ലാം ഇതുപോലെ ഒന്ന് പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി അതിനുശേഷം നമ്മൾക്ക് ഓരോ ചപ്പാത്തിയും ഇതുപോലെ എടുത്ത് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മളുടെ മസാലയൊക്കെ ആറിയിട്ടുണ്ട്. ആ മുട്ട മസാല ഇതിൻ്റെ ഉള്ളിലേക്ക് നടുക്ക് ഇതുപോലെ വയ്ക്കുക. ഇതുപോലെ ചെറുതായിട്ടൊന്ന് പരത്തി ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. അതിനുശേഷം വേറൊരു ചപ്പാത്തി എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇനി നമ്മൾക്കൊന്ന് ഒരു ഷേപ്പിന് വേണ്ടിയിട്ട് നമ്മൾക്കൊന്ന് മുറിച്ചെടുക്കാം. ഒരു ചതുരാകൃതി വേണമെങ്കിൽ നിർബന്ധമൊന്നുമില്ല കേട്ടോ, ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. അല്ല എങ്കിൽ നമ്മൾക്ക് ഇതിൻ്റെ തന്നെ സൈഡ് ഇങ്ങനെ യോജിപ്പിച്ച് കൊടുത്താലും മതി. ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഒരു ഷേപ്പ് കിട്ടാനായിട്ട് ഇങ്ങനെ അരികു തോറും നമ്മൾക്ക് മുറിച്ചെടുക്കാൻ വേണ്ടി നമ്മൾക്ക് ആ മാവ് വീണ്ടും ഉപയോഗിക്കാവുന്നതാണ്. ഇതുപോലെ ഒന്ന് മുറിച്ച് കൊടുക്കുമ്പോൾ നല്ലൊരു ഷേപ്പ് കിട്ടത്തില്ലേ, അതിനായിട്ടാണ് മുറിച്ച് കൊടുക്കുന്നത്. അപ്പം ഇങ്ങനെ മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലാ സൈഡും
4 സൈഡും നമ്മൾക്ക് ഇതുപോലെ മുറിച്ചെടുക്കാം. സമയമുണ്ടെങ്കിൽ ഇങ്ങനെ മുറിച്ചെടുക്കുക. എണ്ണയിൽ വറുത്ത് കോരണമെങ്കിൽ ഇതായിരിക്കും ഏറ്റവും നല്ലത്. ഇങ്ങനെ മുറിച്ചെടുത്ത് എന്നിട്ട് നമ്മൾക്ക് ഇതുപോലെ സൈഡൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. നമ്മളുടെ മസാല അതിൻ്റെ ഉള്ളിൽ നിന്നും പോകാതിരിക്കാൻ വേണ്ടി എണ്ണയിലേക്കൊക്കെ ഇടുമ്പോൾ മസാല പോകാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് മടക്കി ഒന്ന് തെറുത്ത് സൈഡ് തോറും അങ്ങനെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഒട്ടിയിരുന്നോളുമല്ലോ. ഇതുപോലെ ഒന്ന് ഷേപ്പാക്കി എടുക്കാം. ഒരു വെറൈറ്റി പലഹാരമല്ലേ, കാണുമ്പോഴും നല്ല ഒത്തിരി പണിയൊന്നുമില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും. ഇതിൽ ഒരെണ്ണം കഴിച്ചാൽ മതിയല്ലോ കുട്ടികൾക്കൊക്കെ. ഇതുപോലെ 2 ചപ്പാത്തി കൊണ്ട് ഇങ്ങനെ മസാല നടുക്ക് വെച്ച് ഉണ്ടാക്കിയാൽ കുട്ടികൾക്കൊക്കെ ഒരെണ്ണം കഴിച്ചാൽ മതി. എണ്ണയിൽ വറുത്ത് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒത്തിരി ഇഷ്ടമാകും. അതുപോലെ തന്നെ അവർക്ക് വേണമെങ്കിൽ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാം. ഒരു വെറൈറ്റി പലഹാരമായിട്ട് അവർക്ക് കൊടുത്തു വിടാനായിട്ട് സാധിക്കും. കാണാനും ഭംഗി, കഴിക്കാനും ടേസ്റ്റ്. ഗോതമ്പൊടി ആയതുകൊണ്ട് തന്നെ ഹെൽത്തി അല്ലേ. അതുപോലെ തന്നെ വെജിറ്റബിളും ഒക്കെ ഇല്ലേ. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതുപോലെ ഒരു ഷേപ്പിലാക്കി എടുക്കാം. ഉണ്ടോ? ഇനി നമുക്ക് ആവി കയറ്റാനാണെങ്കിൽ ഇങ്ങനെ ഈ ഒരു സ്റ്റീമറിൽ ഇതുപോലെ ആവി കയറ്റാനാണെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുക്കാം. ഇനി അല്ലെങ്കിൽ അത് എണ്ണയിലിട്ട് വറുത്ത് കോരാം. ഇനി ഇതുപോലെ എടുക്കാം കേട്ടോ. ഇനി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആവി കയറ്റി എടുക്കാനാണെങ്കിലും അതുപോലെ എണ്ണയിൽ പൊരിക്കാനാണെങ്കിലും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നതാണ് നല്ലത്. ഒത്തിരി വലുതല്ലേ ഇത്. നമ്മൾ ആവി കയറ്റി എടുക്കുമ്പോൾ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് ആവി കയറ്റി എടുക്കാം. നമുക്ക് മുറിക്കാതെ തന്നെ അതിൻ്റെ സൈഡ് ഇങ്ങനെ ഒട്ടിച്ച് കൊടുത്തിട്ട് നമ്മൾക്ക് ആവി കയറ്റി എടുക്കാം. ഞാൻ 2 ഷേപ്പിലും ഉണ്ടാക്കുന്നുണ്ട്. ഇങ്ങനെ ഇതുപോലെ ഒട്ടിച്ചു കൊടുത്താൽ മതി. അപ്പം നമുക്ക് ഈ ഒരു ഷേപ്പിൽ കിട്ടും. എല്ലായിടവും ഇങ്ങനെ ഒട്ടിച്ച് ഒട്ടിച്ചെടുക്കാം. ഞാനൊരു ഇഡ്ഡലി പാത്രം വീണ്ടും ഞാനങ്ങനെ എല്ലാം ഉണ്ടാക്കിയെടുത്തു. ഇന്നൊരു ഇഡ്ഡലി പാത്രം ആവി കയറ്റുന്നതിനായിട്ട് വെള്ളം ഒഴിച്ച് വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ ഉള്ളിലേക്ക് ഞാനതെല്ലാം ഇങ്ങനെ വെച്ച് കൊടുത്തു. നമ്മൾക്ക് അതടച്ച് ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കൊന്ന് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഞാനതങ്ങനെ ആവി കയറ്റി എടുത്തിട്ടുണ്ട്. കണ്ടോ? ഇനി നമ്മൾക്ക് ഇതുപോലെ ഒരു പാൻ വെച്ചിട്ട് സ്വല്പം എണ്ണ, ജസ്റ്റ് ഒരു ഇച്ചിരി എണ്ണ, ഒരു ടീസ്പൂണോളം മതി, ജസ്റ്റ് ഒഴിച്ചൊന്ന് പരത്തിയതിന് ശേഷം നമ്മൾക്ക് മുതിർന്നവർക്ക് കഴിക്കാനാണെങ്കിൽ ഇതുപോലെ ആവി കയറ്റിയതിന് ശേഷം നമ്മൾക്ക് തിരിച്ചും മറിച്ചുമൊക്കെ ഇട്ട് ഒന്ന് മുരിച്ചെടുത്ത് കഴിക്കാം. അല്ല കുട്ടികൾക്കാണെങ്കിൽ നമ്മൾക്കിത് എണ്ണയിലിട്ട് വറുത്ത് കോരി എടുത്ത് കുട്ടികൾക്ക് കൊടുക്കാം. വളരെ ടേസ്റ്റാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഒന്ന് ഉണ്ടാക്കി നോക്കുക. പ്രത്യേകിച്ച് മസാലയൊക്കെ ഉള്ളതുകൊണ്ട് പ്രത്യേകിച്ച് കറിയൊന്നും വേണ്ട. കറിയൊന്നുമില്ലാതെ നമ്മൾക്ക് കഴിക്കാം. അങ്ങനെ ഒരു വെറൈറ്റി പലഹാരമായ വെട്ടിപ്പത്തിരി ഇവിടെ റെഡിയായിട്ടുണ്ട്. ഉണ്ടോ? മുതിർന്നവർക്ക് കഴിക്കാവുന്ന രീതിയിലാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. വീണ്ടും അതുപോലെ തന്നെ നമ്മൾക്ക് മുരിച്ചെടുക്കാം. കുറച്ച് എണ്ണ ഒഴിച്ച് മുരിച്ചെടുത്ത് നമ്മൾക്ക് ഉണ്ടാക്കി കഴിക്കാം. ആറിയതിന് ശേഷം മാത്രമേ നമ്മൾ എടുക്കാവുള്ളൂ ഇഡ്ഡലി ചെമ്പിൽ നിന്നും, ഇഡ്ഡലി പാത്രത്തിൽ നിന്നും. അല്ലെങ്കിൽ അത് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്.
അപ്പോൾ അതുകൊണ്ടുണ്ടോ വെറൈറ്റി പലഹാരം റെഡിയായി. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത്. ഓക്കെ, ബൈ ബൈ.